ഈ കോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ ഫസ്റ്റ് വീട്ടിലാണ് പറഞ്ഞത്. വീട്ടുകാരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിപ്പിളിലേക്ക് എത്തുന്നത്. പിന്നെ ട്രിപ്പിളിലെ ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നല്ല റിവ്യൂ ആണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഫാക്കൽറ്റീസിനെയൊക്കെ പരിചയപ്പെടുന്നത്. തുടക്കം മുതൽ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡെയിലി ക്ലാസ് നല്ല രീതിക്ക് എടുത്തു തരും. അതുപോലെ തന്നെ ഡൗട്ടൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് എപ്പോൾ വേണേലും ഡൗട്ട് ചോദിക്കാം, അവരെപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു തരുന്നുണ്ട്. പിന്നെ സ്റ്റഡി നോട്ട്സൊക്കെ ഫാക്കൽറ്റീസ് തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നായിരുന്നു. നമുക്ക് ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ട്, ഹോക്ക് ഗ്ലെയിം അതുപോലുള്ള മെറ്റീരിയൽസ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി കൺസെപ്റ്റ് ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഷോർട്ടാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഫാക്കൽറ്റീസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഫാക്കൽറ്റീസൊക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ച്. പക്ഷേ ഫാക്കൽറ്റീസൊക്കെ എല്ലാത്തിനും കൂടെ വന്ന് വളരെ ക്ലാസ്സൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയി. ബോത്ത് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് 2 ഓക്കെ ആയിരുന്നു. പക്ഷേ പാർട്ട് 1 എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ടിലും ക്വാളിഫൈഡ് ആണ്. ബോത്ത് പാർട്ട് എഴുതുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സിലുള്ള നോട്ട് അന്നന്ന് പോയി പ്രിപ്പയർ ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്യുക. ഇങ്ങനെ പ്രോപ്പറായി ക്ലാസ്സൊക്കെ അറ്റൻറ്റീവായി പോയാൽ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈഡ് ആകാൻ പറ്റും.